ലോകത്തിലെ ഏറ്റവും തെമ്മാടി രാഷ്ട്രം എന്ന് ഇറാനെ വിശേഷിപ്പിക്കാം. ഇറാനെ പോലെ തന്നെയാണ് നോർത്ത് കൊറിയയും. അതേ സ്വഭാവമുള്ള രാജ്യമാണെങ്കിൽ ഇറാന് ചില വൃത്തികെട്ട അജണ്ടകളുണ്ട്. എന്തുകൊണ്ടാണ് ഇറാനെ ഈ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്നത്? അത് പറയണമെങ്കിൽ അതിൻ്റെ ഒരു കുറേ ചരിത്രത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അതായത് 2016 ഒക്ടോബർ 30 ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ നടുങ്ങിയ ദിനമായിരുന്നു അന്ന്. മക്കയും മദീനയും ലക്ഷ്യമാക്കി അന്ന് പാഞ്ഞു വന്ന മിസൈലുകൾ സദ്ദാമിൻ്റെ വജ്രായുധമായ സ്കഡിൻ്റെ ഗണത്തിൽപ്പെടുന്നവയായിരുന്നു. അപ്പോൾ അയച്ചതാവട്ടെ യമനിലെ ഹൂതികളും. യമൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള അദാ പ്രവിശ്യയിൽ നിന്നും തൊടുത്ത മിസൈൽ മക്കയിലെത്തുന്നതിന് 65 കിലോമീറ്റർ അകലെ വെച്ച് അറബ് സഖ്യസേന തകർക്കുകയായിരുന്നു. അതിനവരെ സഹായിച്ചതാവട്ടെ ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. അതായത് ബുർഖാൻ 1 എന്ന സ്കഡിൻ്റെ ഉപവിഭാഗമായ ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ ഉപയോഗിച്ചത്. 900 കിലോമീറ്റർ അകലെ നിന്ന് പ്രയോഗിച്ച് മക്കയ്ക്ക് 65 കിലോമീറ്റർ അടുത്ത് വരെ എത്താൻ ഈ മിസൈലിന് സാധിച്ചു എന്നത് അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചു. എങ്ങനെ ഹൂതി വിമതർക്ക് ഇത്രയും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ കിട്ടിയെന്ന് സൗദി അന്വേഷിച്ചപ്പോഴാണ് അത് ഷിയ രാജ്യമായ ഇറാനിലേക്ക് വിരൽ ചൂണ്ടിയത്. സോവിയറ്റ് കാലത്തെ സ്കഡ് മിസൈലുകളും അതിൻ്റെ പ്രാദേശിക പതിപ്പുകളുമാണ് ഹൂതികൾക്ക് കൊടുത്തത്. അത് ഇറാനാണ്. സുന്നി രാജ്യങ്ങളുടെ പുക കാണുകയാണ് ഷിയ കാർക്കശ്യത്തിൻ്റെ അവസാന വാക്കായ ഇറാൻ്റെ ലക്ഷ്യം. അതായത് ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തിന് ശേഷമാണ് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഇറാനെതിരെ തിരിയുന്നത്. അപ്പോൾ ഇന്ന് ഇസ്ലാമിക ലോകത്ത് തുർക്കി ഒഴികെയുള്ള ഒരു രാജ്യവും ഇറാനെ പിന്തുണയ്ക്കുന്നില്ല. അതായത് അവരുടെ കളി ഭീകരത കൊണ്ടാണ്. ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് എന്നീ 3 പ്രോക്സികളെ വെച്ച് ലോകമാകെ ഭീകരത പരത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇതിനായി ഇറാൻ ഒരു കില്ലർ സ്ക്വാഡ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിന് ശേഷമുള്ള ഭീതി ഈ കില്ലർ സ്ക്വാഡ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നുഴഞ്ഞു കയറി അട്ടിമറി നടത്തുമെന്നാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് 11 ഇറാനിയൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതോടെ ഈ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിലെ മൊസാദിൻ്റെ ഒന്ന് 7 അയലത്ത് എത്തില്ലെങ്കിലും ഇറാനുമുണ്ടൊരു ചാരസംഘടന. ഇതിന് സവമന്ത് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇറാനിലെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക, രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ സംഘടന ചെയ്യുന്നത് എന്ന് പുറമേക്ക് ഇവർ പറയുന്നുണ്ടെങ്കിലും ലോകവ്യാപകമായി ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇസ്രായേലിനെ നടുക്കിയ മ്യൂണിക് കൂട്ടക്കൊലയ്ക്കും എൻഡബെ തട്ടിക്കൊണ്ടുപോകലിനുമെല്ലാം സായം ചെയ്തവരിൽ ഇറാൻ്റെ കില്ലർ സ്ക്വാഡുകളും ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും പുറത്തു വന്നൊരു വാർത്തയും ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് തീവ്രവാദ ആക്രമണ സംശയത്തെ തുടർന്ന് 11 ഇറാനിയൻ പൗരന്മാർ US അറസ്റ്റിലായിരിക്കുകയാണ്. US 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറാനിയൻ പൗരന്മാരെയാണ് US എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ഒരാൾ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ സ്നൈപ്പർ ആയിരുന്നുവെന്നാണ് പ്രമുഖ മാധ്യമമായ ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇറാൻ കില്ലർ സ്ക്വാഡാണോ ഈ സംഘമെന്ന സംശയം ഉയർന്നത്. അതായത് അറസ്റ്റിലായ മറ്റുള്ളവർ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് നേരിടുന്നത്. മറിച്ച് മയക്കുമരുന്ന് കൈവശം വെക്കൽ, മോഷണം, ആയുധക്കടക്ക് എന്നിവയാണ്. ഇവർക്കും ഭീകരവാദ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ഈ ഇറാനികളുടെ അറസ്റ്റ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം, ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകൾ, സമീപകാല സൈബർ ആക്രമണങ്ങൾ എന്നിവയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ ഈ അറസ്റ്റുകളെ കുടിയേറ്റ നിയമങ്ങളുടെ ലംഘനമായി മാത്രം കാണാൻ കഴിയില്ലെന്ന് US അന്വേഷണ ഏജൻസികൾ പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറസ്റ്റുകളിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇതിലൊരാൾ ഇറാനിയൻ സ്നൈപ്പർ ആയിരുന്നുവെന്നും മറ്റു ചിലരുടെ പേരുകൾ തീവ്രവാദ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ്. ഇത് അമേരിക്കയിൽ ഒരു ആക്രമണം നടത്താൻ ഈ ആളുകൾ പദ്ധതിയിട്ടിരുന്നു എന്ന സംശയത്തിന് കാരണമാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഇറാനികളിൽ ചിലർ അവരുടെ വിസ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് അമേരിക്കയുടെ വിസ സ്ക്രീനിംഗ് സിസ്റ്റത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇറാനിയൻ പൗരന്മാരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ അറസ്റ്റ് US ഇറാൻ ബന്ധത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അറസ്റ്റിലായ ഇറാനിയൻ പൗരന്മാർക്ക് ഇറാനിയൻ സർക്കാരുമായോ IRGCയുമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ അമേരിക്ക നിർബന്ധമാകും. അതേസമയം ഇറാൻ ഇതിനെ ഏകപക്ഷീയമായ നടപടിയായി കണക്കാക്കുകയും ഒരു പ്രതിരോധ തന്ത്രം സ്വീകരിക്കുകയും ചെയ്തേക്കാം. ഇത് പ്രാദേശിക അസ്ഥിരതയെ കൂടുതൽ വർദ്ധിപ്പിക്കും. ഇത്തരം അറസ്റ്റുകൾ അമേരിക്കയിൽ താമസിക്കുന്ന ഇറാനിയൻ പൗരന്മാരുടെ എണ്ണത്തെയും ബാധിച്ചേക്കാം. കൂടാതെ അറസ്റ്റിലായ ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ കരാർ കൊലയാളികളാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പരമാധികാരത്തിൻ്റെയും ഗുരുതരമായ ലംഘനമായും കണക്കാക്കപ്പെടും. ഇത് US ഇറാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുക മാത്രമല്ല ആഗോള സുരക്ഷയുടെയും നയതന്ത്രത്തിൻ്റെയും കാര്യത്തിൽ ഗുരുതരമായ സൂചന നൽകുകയും ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അമേരിക്കയിൽ വന്നത് ഇറാൻ കില്ലർ സ്ക്വാഡ് ആണെന്നതിന് ഇപ്പോഴും കൃത്യമായ തെളിവില്ല.
പക്ഷേ ചതിയും കൊലകളും ഇറാൻ്റെ ജനിതക സ്വഭാവമാണ്. ലക്ഷണമൊത്ത ഒരു തെമ്മാണി രാഷ്ട്രം എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, കൃത്യമായിട്ട് അത് അവലോകനം ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇറാൻ ലോകത്തോട് ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സ്വഭാവം അതാണ്. നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇറാൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്ക് സ്ഥാപിച്ചു. 2040 ആകുമ്പോൾ ആ ക്ലോക്ക് നിലയ്ക്കും. ആ ക്ലോക്ക് നിലയ്ക്കുന്ന സമയം ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. പാലസ്തീൻ സ്ക്വയർ എന്ന പേരിട്ടായിരുന്നു ആ ക്ലോക്ക് ടവർ സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടി, ഇല്ലെങ്കിൽ ജൂതന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന മനോഭാവത്തോടു കൂടി ഒരു രാജ്യം ചിന്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നതും വലിയ കുറ്റകൃത്യമാണ്. ഈ ലോകത്ത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഈ രാജ്യത്തിന് എന്താ ഇത്രയ്ക്ക് പ്രശ്നം എന്നുള്ളതാണ് ഇതിനകത്തെ ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആണവ ആയുധ ശേഷി ഇല്ലായ്മ ചെയ്യപ്പെടണം എന്ന് പറയുന്നതിന് കാരണം, ഇവർക്ക് ആയുധം കിട്ടിയ ഒരു ദുഷ്ടൻ്റെ കയ്യിൽ, ഇല്ലെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ ഒരു വലിയ ആയുധം കിട്ടിയാൽ എന്ത് സംഭവിക്കും? അവൻ ആയുധം എടുത്ത് കണ്ടവരുടെ നേരെ പ്രയോഗിക്കും. ഈ പറയുന്ന മക്കയും മദീനയും എന്തിന്, ഇസ്രായേൽ മാത്രമല്ലല്ലോ, മക്കയും മദീനയും വരെ ആക്രമിക്കാൻ ഇനിയും ഒരു പക്ഷേ ഇറാൻ ഒരുമിട്ടേക്കും. ഹൂത്തികളെ ഉപയോഗിച്ച്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ സുന്നിയാണവർ എന്ന ഒറ്റ കാരണത്താൽ അവരെ നശിപ്പിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കും. അപ്പോൾ ഇറാൻ്റെ ഒരു നശീകരണ സ്വഭാവം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഈ പറയുന്ന നശീകരണ സ്വഭാവമുള്ള ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ആണവായുധം വളരെ അപകടകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു തെമ്മാടി രാഷ്ട്രമാകുന്നത്. നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ആ രാജ്യത്തെ അറിയാമല്ലോ, പാകിസ്ഥാൻ ഒരു ക്രിമി രാഷ്ട്രമാണ്. ഈ തെമ്മാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ബലവും കയ്യുമൊക്കെ ഒക്കെ അല്ലേ. ഇതൊരു ക്രിമി രാജ്യമാണ്. ക്രിമിയെ പോലിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ അണുവായുധമുണ്ട്. പക്ഷേ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ലോകത്തിന് ഭയമില്ലാതിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇറാനെ പോലെ തന്നെ പാകിസ്ഥാനെയും ഭയക്കേണ്ടതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതൊരു നീചപ്രവൃത്തി ചെയ്യുന്നവരായി ആ രാജ്യത്തിൻ്റെ സ്വഭാവം അങ്ങനെ കാണിക്കുന്നുണ്ടവർ. കാരണം അവർക്ക് ആരെയും ഇല്ലായ്മ ചെയ്യണം, മറ്റുള്ളവരെ മതം പറഞ്ഞ് കൊല്ലുക, ഈ പറയുന്ന ഒരു രാജ്യത്തിനകത്ത് കയറി തീവ്രവാദം വളർത്തുക, ഈ സ്വഭാവമൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകത്തിന് ഭീഷണിയായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാൻ്റെ അത്തരം നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യണം. ഈ മ്യൂണിക് മസാക്കർ, മ്യൂണിക്കിലെ ഉണ്ടായ വലിയ കൂട്ടക്കൊല, അത്ലസ്റ്റുകളെയായിരുന്നു കൊന്നുകളഞ്ഞത്. അന്ന് ഇസ്രായേൽ ഒരു കാര്യം ചെയ്തു. ഇസ്രായേൽ ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കി, എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു മൊസാദ്. എന്താ ചെയ്തതെന്നറിയാമോ? ഈ മ്യൂണിക് മസാക്കറിൻ്റെ, അതായത് മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മുഴുവൻ ആൾക്കാരെയും ഒന്നൊന്നായിട്ട് വർഷങ്ങളെടുത്ത്, ഏതാണ്ട് 10-30 വർഷം എടുത്ത് കൊന്നുകളഞ്ഞു. കാരണം അങ്ങനെ കൊന്നില്ലായിരുന്നെങ്കിൽ അവർ വീണ്ടും ഇതുപോലത്തെ പ്രവർത്തനം നടത്തും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഒളിച്ചവരായിരുന്നു, അവരെല്ലാം കൊന്നു. അതായിരുന്നു മൊസാദിൻ്റെ ശേഷി. ഇപ്പോഴും ആ ശേഷിയുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വളരാൻ അനുവദിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ നേതൃമാറ്റത്തിലേക്ക് നയിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന ട്രംപിൻ്റെ അതിമോഹവും ഈ പറയുന്ന നൊബൽ പ്രൈസിനുള്ള കൊതിയുമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അവസാനിച്ചത്. ഇല്ലായിരുന്നുവെങ്കിൽ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഭരണാധികാരിക്ക് ഈ ഇറാൻ്റെ തലപ്പത്തിരിക്കുന്ന നീചനായ ഇയാളെ ഇല്ലായ്മ ചെയ്യാൻ, അയാളെ മാറ്റിക്കൊണ്ട്, ഖമനിയെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ നേതൃത്വം, ജനാധിപത്യ ഭരണം കൊതിക്കുന്ന, അവിടെ ഈ ചാക്കുകെട്ടുകൾക്കകത്ത് നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന സ്ത്രീകളുടെ ആ നാട്ടിൽ അവരെ ഇത് ചെയ്യായിരുന്നു, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരായിരുന്നു, അവർക്ക് ജനാധിപത്യ ഭരണത്തിലേക്ക് മാറാൻ കഴിയുമായിരുന്നു. ആ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ട്രംപിൻ്റെ കള്ളക്കളി എന്നുള്ളതാണ്. അപ്പോൾ ഈ തെമ്മാടി രാഷ്ട്രമായ ഇറാനെ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ, അതിൻ്റെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ, അതിനെ വരുതിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ലോകത്തിന് വലിയ ഭീഷണി തന്നെയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.